ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ 16ാം വാർഷിക ജനറൽ ബോഡി യോഗം മേലെ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. IAF വിംഗ് കമാൻഡർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ്ക്കളുടെ ആക്രമണവും വന്യമൃഗശല്യവും തടയുന്നതിന് ഫലപ്രദമായ നടപടി വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇന്നത്തെ കാലത്ത് യുദ്ധം ചെയ്യാനായിട്ട് വിമാനങ്ങളോ റോക്കറ്റുകളോ ബോംബുകളോ ആയുധങ്ങളോ ഒന്നും വേണ്ട. ശത്രുക്കൾ ചെയ്യുന്നത് ഡ്രഗ്സ് കയറ്റി അയക്കുക, ഫ്രീലി അവൈലബിൾ ആക്കുക, നമ്മുടെ നാട്ടിലെ യുവത്വം നശിപ്പിക്കുക. യുവത്വം നശിച്ചാൽ ഒരു രാജ്യത്തിനും ആരെയും എതിർക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. സ്വന്തം അമ്മയെ ഡ്രഗ്സ് കിട്ടാൻ കാശില്ലാത്ത കാരണം വെട്ടിക്കൊലപ്പെടുത്തുന്നതും എത്ര കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ, ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് KK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെൻട്രൽ കമ്മിറ്റി അംഗം ഡോക്ടർ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കുകൾ വിശദീകരിച്ചു. UN എഡ്യൂക്കേഷണൽ വോളണ്ടിയേഴ്സ് ടീം ഇന്ത്യാസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ M രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. കർണാടക ലോ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വെങ്കിടാചലപതി സ്വാമി, ഓർഗനൈസേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറി P സുലൈമാൻ, ഫിലിം ഡയറക്ടർ മേലാറ്റൂർ രവിവർമ്മ, KT ഹംസ, റിട്ടയർഡ് CBI ഓഫീസർ സേതുമാധവൻ, ഹൈക്കോടതി ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് K രാഗേഷ്, അഡ്വക്കേറ്റ് വിദ്യാധരൻ, സംഗീത, നബിൽ നിഷാൻ, അരുണാചലം, ഉദയകുമാർ, ഫാറൂഖ് പെരുമ്പിലാവ്, അജിത് കുമാർ, സോമസുന്ദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേടുപാട് സംഭവിച്ച ഓഫീസ് മാറ്റിസ്ഥാപിക്കാൻ യോഗത്തിൽ തീരുമാനമായി. തെരുവുനായ്ക്കളുടെ ആക്രമണം തടയാനും വന്യമൃഗ ശല്യം ഒഴിവാക്കാനും ഫലപ്രദമായ നടപടിയുണ്ടാകണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നിവ അലക്ഷ്യമായി കൂട്ടിവെക്കുന്നതിനെതിരെ ശക്തമായ പോരാട്ടം ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.